അതൊന്നും നമ്മൾ പറയില്ല. പണ്ടാര അടങ്ങുന്ന രണ്ട് യുവാക്കൾ കുറച്ച് ഓവറാണ് മൊത്തത്തോടാതെ. ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഫാമിലി ആയിട്ട് എന്തെങ്കിലും ടൈപ്പിലായിരിക്കും. വെറുതെ തിരിച്ചോദിക്കുന്നത്. ഒരു 6 വർഷത്തിന് മേലാവും. പക്ഷേ അത് ചെയ്ത് ഭയങ്കര അതിൽ ആണ് തുടക്കം. വെട്ടിയാര് അപ്ലോഡ് ചെയ്യുന്ന ടൈം അറിയാം, അല്ലമീൻ അപ്ലോഡ് ചെയ്യുന്ന ടൈം അറിയാം, ഹാഷർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ തന്നെ അങ്ങനത്തെ ഒരു മത്സരബുദ്ധി ഉണ്ട്. അപ്പോൾ പ്ലൂട്ടോയിലെ അന്യഗ്രഹജീവികളല്ലാത്ത മനുഷ്യന്മാർ ആർഷ ബൈജു ആൻഡ് സുബിൻ ടാർസൻ, വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. മനുഷ്യന്മാർ തന്നെയാണല്ലോ അല്ലേ? അതെ, നമ്മളാണ്. അപ്പോൾ ആദ്യമേ ചോദിക്കേണ്ടത് പ്ലൂട്ടോന്റെ പ്ലോട്ടിലേക്ക് രണ്ടുപേരും എങ്ങനെ എത്തി, എന്താണ് ഒരു ഏകദേശം ക്യാരക്ടർ എന്നുള്ളതൊക്കെയാണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഏലിയൻ കേരളത്തിലേക്ക് വരുന്നു. നമ്മള് മറ്റു നാടുകളിലാണല്ലോ ഏലിയൻ വന്നിറങ്ങുന്നത്, സാധാരണ US വരുള്ളൂ. അതെ അതെ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു റൊമാൻസ്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ പടത്തിലുള്ളത്. അത് തന്നെയാണ് പടത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ ക്യാരക്ടർ ഒരു വെറ്റിനറി ഡോക്ടറാണ്, മീര എന്നാണ് പേര്. എനിക്കൊന്നു ഇവരുടെ ഈ കഥാപാത്രങ്ങളിൽ ഒരു കോമിക് സ്വഭാവം കുറവുള്ള കുറച്ചൊരു നോർമലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കുട്ടിയാണ് മീര. ഒരു റിയലിസ്റ്റിക് ഏലിയൻ. അതെ അതെ, കുറച്ച് റിയലിസ്റ്റിക് ഞാൻ മാത്രമാണ്. ഇവരൊക്കെ വളരെ കുറച്ച് ഓവറാണ് മൊത്തത്തോടാതെ. എന്നെ ഈ സിനിമയിൽ ആര് മുഖേനയാണ് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ ആരുടെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. വെറുതെ തിരിച്ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും അവസരത്തിന് പകരാണെന്നൊക്കെ വേണ്ട, ഇനി ആരെങ്കിലും കിട്ടാത്തത് കൊണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ നമ്മളെ വിളിച്ചു. അപ്പോൾ അത് ഈ പടം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പാണ് വിളിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ എന്തോ പരിപാടി ആയിരിക്കും, അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഇത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പണ്ടോട്ടേ ഞാൻ ഈ ഏലിയൻ അങ്ങനത്തെ പരിപാടികൾ ഞാൻ കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം ആ ഒരു ഇതാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നീരജ് മാധവും ഞാനും ഫ്രണ്ട്സാണ്. നമ്മൾ ആദ്യം മുതലേ ഒരുപാട് പരിപാടികൾ ചെയ്ത് പൊട്ടി, എന്ത് ബിസിനസ് തുടങ്ങിയാലും പൊട്ടി പണ്ടാര അടങ്ങുന്ന രണ്ട് യുവാക്കൾ. അങ്ങനെ അവർക്കിടയിലോട്ട് ഒരു ഏലിയനെ കിട്ടുന്നു, ആ ഏലിയനെയും കൊണ്ടുപോകുന്ന ഒരു ജേണിയാണ്. ഇപ്പോൾ ഈ ഏലിയൻ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ US ഇംഗ്ലീഷ് സിനിമയിലാണ് കണ്ടു ശീലിച്ചെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ കുറേ കൂടി സൈഫൈയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ആവാസവ്യൂഹമായാലും മസ്തിഷ്ക മരണം, ഗഗനചാരി, അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കുന്ന അതുപോലൊരു സൈഫൈ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടോ? പ്രെഡേറ്റർ അടിപൊളിയാണ്, ഇഷ്ടമാണ്. പ്രെഡേറ്ററിൽ എപ്പോഴെങ്കിലും സ്വയം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ല, നമുക്കൊരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുമ്പോ ഞാനത് ചെയ്തെങ്കിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അല്ല, എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചോ ഞാനിപ്പോ ഒരു സൈഫൈ പടത്തിൽ വന്നു, ഞാൻ പണ്ട് ഇതൊക്കെ കണ്ടിരുന്ന ആളാന്നൊക്കെ? അങ്ങനെ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ഞാൻ ആരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്ന രീതിയിലുള്ള പടത്തിൽ ഞാനിപ്പോ അഭിനയിക്കുന്നു. ഇപ്പൊ പറയുമ്പോ വാട്ട് അബൌട്ട് യു? അങ്ങനെ ഒരു സൈഫൈ പടം ഇഷ്ടമുള്ളത് ഉണ്ടോ? അതിപ്പോ പിന്നെ ചെറുപ്പത്തിൽ PK ഒക്കെ ഏലിയൻ എന്ന് പറയുമ്പോ എനിക്കൊന്ന് ചെറുപ്പത്തിൽ കണ്ട ആദ്യം അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ റെഡിറ്റിലൊരു ത്രെഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടെറസ്ട്രിയലിന്റെ അതേ പ്ലോട്ടാണ് പ്ലൂട്ടോയ്ക്കുന്നത്. സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനുള്ള ഉത്തരം കിട്ടും. നമ്മളിപ്പോഴേ അത് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഏലിയനെക്കാളും എന്നുവെച്ചാൽ രൂപത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ജാദു ആയാലും PK ആയാലും ഒക്കെ ഉണ്ടാവില്ല. ഇത് കുറച്ചുകൂടി ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഏലിയൻ ആണ്. എന്റെ ഈ ഏലിയന്റെ കൈ മുഴുവൻ സ്കെയിൽസ് ഒക്കെ ഏലിയനും ഈ പറയുന്ന വ്യത്യാസമൊക്കെ ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഈ വ്യത്യാസങ്ങളെല്ലാം കവറപ്പ് ചെയ്ത്, അതായത് മനുഷ്യരെ പോലെ ഇറങ്ങി നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ പല ഇതും മാറ്റുമ്പോഴത്തേക്ക് ഇതും ഏലിയൻ തന്നെയാണ്. പക്ഷെ ഏലിയന്റെ ആ ഒരു പൂർണ്ണ രൂപം സിനിമയുടെ പല ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് വന്ന ഏലിയനോ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന അല്ല, നമ്മളിങ്ങനെ ഡീകോഡ് ചെയ്ത് നോക്കുന്നത്. അത് കൈ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നി. ആദിത്യ ചന്ദ്രശേഖറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഐം ഷുവർ ആർഷയുടെ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു ആവറേജ് അമ്പിളി എന്നുള്ളത്. അന്നൊരു യൂട്യൂബ് ബ്ലോക്ക് ബസ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സിനിമയിലേക്ക് ഒന്നിക്കുമ്പോഴേക്കും വാട്ട് വാസ് യുവർ ഫസ്റ്റ് കോൺവെർസേഷൻ? അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. ഇതിലേക്ക് വിളിച്ചു വന്നു, അങ്ങനെയുള്ളു. ഇപ്പൊ ആദ്യയിലൂടെ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മള്
ഒരു സീരീസ് ചെയ്തതാണ്. പിന്നെ എനിക്കൊന്ന് ഒരു ആക്ടറിനെ സംബന്ധിച്ച് വളരെ ഈസിയാണ് എപ്പോഴും ആദിയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ആദി വളരെ നന്നായി പറഞ്ഞുതരും. ആദി ഒരു ആക്ടറാണ്, അപ്പം ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ അറിയാം. വേണമെങ്കിൽ ഒന്ന് കാണിച്ചൊക്കെ തരും പുള്ളി ആസ് എ ഡയറക്ടർ. അപ്പം വളരെ സന്തോഷം വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ്. എന്തായാലും ഒരു ഫുൾ സർക്കിൾ മൊമെന്റ് പോലെ തന്നെ പറയാം അല്ലേ? ചെറിയൊരു സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് നമ്മളിപ്പോ ഒരു സിനിമ ചെയ്തു. യെസ്, വണ്ടർഫുൾ. കമ്മിങ് ടു യു സുബിൻ, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് എപ്പോഴും ഫസ്റ്റ് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുള്ളത് മറ്റേ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് പറയുന്ന സാധനം. ഇറ്റ് വാസ് ബേസിക്കലി മൂവി സ്പൂഫ് വീഡിയോസിലൂടെ വൈറലായ ഒരാളാണ്. ആൻഡ് യു ആർ ഡൂയിങ് മൂവീസ് റൈറ്റ് നൗ. ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഭാവിയിൽ എൻ്റെ സിനിമകളെ ആളുകൾ സ്പൂഫ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡയലോഗ് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പടവും ഇതുപോലെ സ്പൂഫ് ചെയ്യണം. കാരണം ഞാൻ പല സിനിമകളും കാണുമ്പോഴത്തേക്ക് അതിന്റെ പിന്നാമ്പുറത്തെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഒരു സീൻ കാണുമ്പോൾ സംവിധായകൻ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ ഞാൻ എൻ്റെതായ രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അവിടെ ഹ്യൂമർ കണ്ടെത്തുക, അതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്ക് ആ ഒരു സീനിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും ആ ഒരു സീൻ. വേറൊരാൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നരസിംഹത്തിന്റെ സ്പൂഫ് അത് ഒരു 6 വർഷത്തിന് മേലാവും. പക്ഷേ അത് ചെയ്ത് ഭയങ്കര അതിൽ നിന്നാണ് തുടക്കം. അത് ഒരു പക്ഷെ അത് ക്ലിക്കായില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവച്ചാലും ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരിക്കത്തില്ല. കമ്മിങ് ടു യു ആർഷ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡിലൊരു നായികയെ നമ്മൾ വളരെ റെയർലി കാണാറുള്ളൂ. മീനാക്ഷി ഫ്രം മുകുന്ദനുണ്ണി. ഇപ്പൊ അത് വീണ്ടും ഒരു സംസാരമാകാൻ കാരണം ഹോളിവുഡ് ടൈംസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ട് 2 ഉണ്ടാകും എന്ന് അഭിനവ് പറയുന്നു. ആൻഡ് വാട്ട് ഡു യു തിങ്ക് മീനാക്ഷി ഈസ് ഡൂയിങ് റൈറ്റ് നൗ? ഒരു 4 വർഷമായി മീനാക്ഷിയുടെ ഒരു കയ്യിലിരിപ്പ് വെച്ചിട്ട് ആൾ എന്തായിരിക്കും ചെയ്യുന്നത്? മീനാക്ഷി വളരെ ഹാപ്പി ആയിരിക്കും, നല്ല കാശൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ വെറുതെ ഇരിക്കായിരിക്കില്ല. എന്തായാലും നെക്സ്റ്റ് ലെവൽ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പുള്ളീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഉഡായിപ്പിലായിരിക്കും. മുകുന്ദനുണ്ണി 2 എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആയോ? എനിക്ക് തോന്നുന്നു വർക്ക്സ് നടക്കുന്നുണ്ട്, അത്രമാത്രം എനിക്ക് അറിയുള്ളൂ. ഉണ്ടാവും എന്നാണ് അറിഞ്ഞത്. സുബിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കോണ്ടന്റ് ക്രിയേഷനിൽ നിന്നും സിനിമയിലേക്ക് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആ ഒരു പാത്തിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക്, നിങ്ങളുടെ തന്നെ ഗ്യാങ് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. എവ്രിബഡി ഈസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ചുറ്റിനും എല്ലാവരും ഒരു ഫോണും പിടിച്ച് ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഈ എന്താണ് ഒരു കോണ്ടന്റിന്റെ സോഴ്സ് ആയിട്ട് കരുതുക? ഒരു സമകാലീന പ്രസക്തിയുള്ള സാധനം തന്നെ ആണെങ്കിലും അത് ഫസ്റ്റ് എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പം IPL വരുമ്പോഴോ ഏതെങ്കിലും ഇപ്പം മാച്ച്, ഇപ്പം ഓരോ സമയത്തും ഓരോ സീസണിൽ ഓരോ സംഭവമില്ലേ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മുടെ വീഡിയോ തന്നെ ഇടണമെന്നൊരു ഇതുണ്ട്. നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ തന്നെ അങ്ങനത്തെ ഒരു മത്സരബുദ്ധിയുണ്ട്. ഇപ്പോ അവൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ടൈമൊക്കെ നമുക്കറിയാം. വെട്ടിയാര് അപ്ലോഡ് ചെയ്യുന്ന ടൈം അറിയാം, അല്ലമീൻ അപ്ലോഡ് ചെയ്യുന്ന ടൈം അറിയാം, ഹാഷർ, എല്ലാരും അവരുടെ ടൈമും ദിവസവും ഏത് ദിവസം ഏത് ടൈമും ഒക്കെ അറിയാം. അപ്പൊ അതിനു മുമ്പേ ആയിട്ട് ഇപ്പൊ ഒരു സംഭവം ആരെങ്കിലും വന്നിട്ട് ഒരു ട്രെൻഡായിട്ട് ആരെങ്കിലും ഒരു ട്രെൻഡിങ് കൊണ്ടുവരികയാണെങ്കിൽ അയാളെ ട്രോളിക്കൊണ്ടൊരു വീഡിയോ വരുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. അപ്പം മറ്റുള്ളവർ ചെയ്യുന്ന മുമ്പേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവണം എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ നമ്മളെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക്. പിന്നെ ട്രെൻഡിനൊപ്പം നിൽക്കണം, ട്രെൻഡാണല്ലോ ഇവരുടെ. പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്താൽ ഭയങ്കര ഇതാ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സാധനം ചെയ്ത്, ഈ നമ്മൾ ഈ ചായക്കടയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവർ നോക്കി ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാതെ ചിരിക്കില്ലല്ലോ. അവര് വിചാരിക്കും നമ്മളെ നോക്കുന്നത് എന്തിനാ, അപ്പൊ നമ്മളെ പരിചയം അങ്ങനത്തെ ഒരു ചിന്തയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ചിന്തിക്കുന്നത് അവൻ ആരിന്റെ അടുത്ത് സംസാരിച്ചിട്ട്. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഞാൻ വിചാരിച്ചത് അത് ചെയ്തിട്ടപ്പോഴത്തേക്ക് കുറച്ചു പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന്റെ കമന്റ് സെക്ഷൻ ഫുള്ള് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. പരിചയമില്ലാത്ത ആളിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. പല മേഖലകളിലും ആവാം. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ജോലിയിലുണ്ട് അതുപോലെ കവിത അറിയില്ലേ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അറിയില്ല എന്ന് പറയാനും പറ്റില്ല. ട്രൂ, വെരി ട്രൂ.